മലയാളത്തിൽ അടുത്തിടെ ഇറങ്ങി ഹിറ്റായ 5 സിനിമകളുടെ പാരഡി സൃഷ്ടിച്ച് തിരുവനന്തപുരത്ത് BJPയുടെ പ്രചരണം. നുണയുഗം, നുണൈക്കോട്ടെ വാലിബൻ, നുണമ്മൽ ബോയ്സ്, നുണലു, നുണജീവിതം എന്നിങ്ങനെ കോൺഗ്രസ് നുണകളുടെ രാഷ്ട്രീയം തുറന്നു കാണിക്കാൻ എന്ന പേരിലാണ് നഗരത്തിലുടനീളം ഉന്തുവണ്ടി പ്രചരണം. കോൺഗ്രസ് BJPക്കെതിരെ പ്രചരിപ്പിച്ച നുണകൾക്ക് ഓരോന്നിനുമുള്ള മറുപടി എന്ന മട്ടിൽ ഓരോ ആരോപണവും അക്കമിട്ടാണ് മറുപടികൾ. നുണ നമ്പർ 1, മണിപ്പൂരിലേത് ഗോത്ര സംഘർഷമല്ല വർഗീയ കലാപമാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞത് നുണയാണെന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. മമ്മൂട്ടി ചിത്രം ബ്രഹ്മയുഗത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ പോസ്റ്ററിൽ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പകരം പിണറായി വിജയൻ, ശശി തരൂർ, രാഹുൽ ഗാന്ധി എന്നിവരുടെ ചിത്രങ്ങളാണുള്ളത്. ശശി തരൂരിനെ നുണൈക്കോട്ടെ വാലിബനായി ചിത്രീകരിക്കുന്ന പോസ്റ്ററിൽ നുണ നമ്പർ 2 രാജീവ് ചന്ദ്രശേഖർ പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നു എന്നത് കാണാം. VD സതീശൻ, രമേശ് ചെന്നിത്തല, രാഹുൽ ഗാന്ധി, പിണറായി വിജയൻ, ശശി തരൂർ, മല്ലികാർജുൻ ഖാർഗെ, സീതാറാം യെച്ചൂരി എന്നിവരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നുണമ്മൽ ബോയ്സ്. പൗരത്വ ഭേദഗതി നിയമം മുസ്ലിം വിരുദ്ധം എന്ന ഇവരുടെയെല്ലാം ആരോപണം മൂന്നാമത്തെ വലിയ നുണയെന്നാണ് പറയുന്നത്. നാലാമത്തെ നുണ കേരളത്തിൽ ബീഫ് നിരോധിക്കും എന്നതും അഞ്ചാമത്തേത് തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ടാക്സ് വെട്ടിച്ചു എന്നതുമാണ്. കോൺഗ്രസിനെയും തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെയും ലക്ഷ്യമിട്ടാണ് ഈ ഉന്തുവണ്ടി പ്രചാരണം. ജില്ലയിലെ 15 വർഷത്തെ നുണയുടെ രാഷ്ട്രീയം മാറ്റുമെന്നാണ് BJPയുടെ വാഗ്ദാനം. സോന ജോസഫ്, മാധ്യമ സിൻഡിക്കേറ്റ്, തിരുവനന്തപുരം.